ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഡിയോഡാപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഡിയോഡാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്തിടെയാണത് ഏതാണെന്ന് ആപ്പിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റുന്നൊരു ഹോൾഡറാണ് ഫസ്റ്റ് വന്നിട്ട്. ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ നമ്മൾ സോപ്പ് ഹോൾഡ് ചെയ്യുന്നൊരു ഇതാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ സോപ്പ് ഇവിടെ വയ്ക്കുന്നതാണ്. അതാകുമ്പോൾ ഇതിങ്ങനെ വയ്ക്കോളും. അതാണ് 2 എണ്ണം ഞാൻ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു 4 സ്റ്റീൽ സ്ട്രോയും അതിനെ ക്ലീൻ ചെയ്യുന്ന ബ്രഷും കൂടെ വരുന്നതാണ്. ഇതും ക്വാളിറ്റി ഒക്കെ നോക്കാം, അടിപൊളിയാണ്. അതിന് ശേഷം അതിൻ്റെ കൂടെ 4 സ്ട്രോസും ബ്രഷ് ക്ലീൻ ചെയ്യുന്ന ബ്രഷും ഉണ്ട്. 4. ദെൻ വന്നിട്ട് ഇതൊരു ഓയിൽ ബ്രഷ് ചെയ്യുന്നതാണ്. ഒരു ഓയിൽ ബ്രഷാണ്. നമുക്കിങ്ങനെ അത് ബ്രഷ് എടുത്ത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് അടുത്തത്. ദെൻ വന്നിട്ട് ഇതൊരു കട്ടർ സെറ്റ് തന്നെയാണ്. ഇതൊരു 25 പീസ് വരുന്നൊരു സെറ്റാണ്. ഇതിന് എമൗണ്ട് എല്ലാം ഞാൻ ഓൾറെഡി ലാസ്റ്റ് പറയാം, ഓരോന്നിനും എത്രയായെന്ന്. ഇത് 25 പീസ് വരുന്നൊരു കട്ടർ സെറ്റാണ്. ഞാൻ ഒരെണ്ണം കാണിക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു കട്ടർ സെറ്റാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു പേപ്പർ, നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് അടുത്ത വന്ന പ്രോഡക്റ്റ്. ദെൻ നമ്മളൊരു പൈപ്പിൻ്റെയൊക്കെ എക്സ്റ്റൻഷനാണ് അടുത്തത്. നമുക്ക് നമ്മുടെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നൊരു എക്സ്റ്റൻഷനാണ് വരുന്നത്. ഇതെല്ലാം വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. ദെൻ കുറച്ച് വോൾ ഹുക്സ് ഉണ്ട്. ഇത് നമ്മൾ ഡ്രില്ലിങ് ഇല്ലാതെ നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ മുകളിലത്തെ ഇത് ഊരിയതിന് ശേഷം നമ്മൾ എന്തിലാണോ ചെയ്യേണ്ടത് ആ ഹോളിലിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒട്ടിക്കാവുന്ന ഒരു ഹുക്സാണ് ഈ വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് വന്നിട്ട് 3 കിച്ചൺ ടവൽസാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള 3 ടവൽസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അവനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് ശേഷം അതെടുത്ത് വെക്കാവുന്ന ഒരു ഇതും കൂടി ഉണ്ട്. ദെൻ ഒരു ഐസ് റോളറാണ്. ഇതിനൊക്കെ 14 റുപ്പീസാണ് ഐസ് റോളറിനായത്. പിന്നെ ഒരു മിനി സീലിംഗ് മെഷീനാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് സീൽ ചെയ്ത് വെക്കാവുന്നതാണ്. 2 ബാറ്ററീസാണ് അതിലിടേണ്ടത്. പിന്നെ ഒരു ചെറിയ 5 റുപ്പീസ് ഒരു മിനി ട്രക്ക് സെറ്റിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷാണ്. വളരെ നല്ല കട്ടിയുള്ളൊരു ബ്രഷാണത്. ഓക്കെ. ദെൻ വന്നിട്ട് ഒരു മിനി ക്യൂട്ട് ക്ലൗഡ് കട്ടറാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. 17 റുപ്പീസാണ് അതിനായിട്ടുള്ളൂ. ലാസ്റ്റ് വന്നിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഗ്ലാസ്സാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡബിൾ ഗ്ലാസ്സാണ് നമുക്ക് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈമിലാണ്. അത് കാരണം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സൗണ്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ മീഷോനേക്കാളും അഫോർഡബിൾ റേറ്റാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെക്കൗട്ട് ടൈമിൽ ടാക്സ് റേറ്റായിട്ടും പിന്നെ ഡെലിവറി ചാർജായിട്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റേറ്റ് കൂടാതെ ആ റേറ്റും കൂടെ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല എമൗണ്ട് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും മീഷോനേക്കാളും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇത്ര ഐറ്റംസ് അവിടെ കിട്ടും. ഏകദേശം ഡെലിവറി ചാർജ് 50 റുപ്പീസും ടാക്സും എല്ലാം കൂടെ കൂട്ടി ഒരു 120-150 റുപ്പീസ് അനുസരിച്ച് ഓരോ ഓർഡറിന് നമുക്ക് എക്സ്ട്രാ ആവുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് കൂടാതെ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. എന്തായാലും മീഷോനേക്കാളും അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുക.